Hi everyone, welcome to Ammu's World. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് അലോവേറ ജെല്ല് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ അലോവേറ ജെല്ല് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഹെയർ പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ട് ഹെയർ പാക്സ് മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തൊന്നും ജെല്ലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ അലോവേറയുടെ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ജെല്ല് എടുത്തിട്ട് ഒരാഴ്ച 1-2 ആഴ്ച നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് കുറച്ച് എമൗണ്ടിൽ എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ആ ജെല്ല് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയർ പാക്സിലോ അതല്ല ഇനി ഫേസ് പാക്സിൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് അലോവേറ ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണെന്നത് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അലോവേറയുടെ ലീഫാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 3 വലിയ അലോവേറയുടെ ലീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ അലോവേറയുടെ ലീഫ് ഒരു അരമണിക്കൂറത്തേക്ക് ഇത് കുത്തി നിർത്തിയിട്ട്, അതായത് നമ്മൾ ആ ഒടിച്ചെടുത്ത ഭാഗം കുത്തി നിർത്തിയിട്ട് ആണ് എടുത്തേക്കുന്നത്. കാരണം ഇതിനൊരു കറ പോലെയുണ്ട്, ഒരു മഞ്ഞ കളറിലൊരു കറ പോലെയുണ്ട്. ആ കറയൊന്ന് ഫുള്ളായിട്ട് പോയില്ലെങ്കിൽ നമുക്ക് അലർജി ഉണ്ടാക്കാൻ, നമ്മുടെ സ്കിന്നിന് ചൊറിച്ചിലൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് പോകുന്നവരെ ഒരു അരമണിക്കൂർ ഒന്ന് കുത്തി നിർത്തണം. അതിനുശേഷം നമുക്കിതിൻ്റെ ക്ലീൻ ചെയ്തെടുക്കാം. 2 സൈഡിലെ മുള്ളും അതുപോലെ തന്നെ അറ്റത്തെ ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് നല്ല രീതിയിൽ കഴുകിയെടുക്കാം. ഇനി നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇതാ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തെ പൾപ്പ് എടുക്കാം. അതല്ലെങ്കിൽ നേരെ നടുക്കൂടെ മിഡിലിൽ കൂടെ ഒന്ന് നൈഫ് വെച്ചിട്ടൊന്ന് വരഞ്ഞിട്ട് 2 സൈഡിൽ നിന്നും പൾപ്പ് എടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിൻ്റെ ജെല്ല് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ മുറിച്ചിടുന്ന ഭാഗങ്ങളെല്ലാം ആ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആ കറയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഫുള്ളായിട്ട് അതൊന്ന് എടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ലീഫിന് ചെയ്യുന്നത് പോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ആ തൊലി അങ്ങ് ചെത്തി കളഞ്ഞിട്ട് അങ്ങനെ ആയാലും എടുക്കുക. എങ്ങനെയായാലും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളിലെ ആ ജെല്ല് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഏത് മെത്തേഡിൽ വേണമെങ്കിലും ആ ജെല്ല് നമുക്ക് എടുക്കാം. ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം ഇങ്ങനെ ജെല്ല് എടുക്കുമ്പോഴത്തേക്ക് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആ കറയുടെ ഒട്ടും ഇല്ലാണ്ട്, നമുക്ക് ഒട്ടും ചൊറിച്ചിലോ അലർജിയോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ക്ലീനായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടതിന് ശേഷം എടുക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെത്തി എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ, അതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഞാനിതായി ഇതുപോലെ ജെല്ല് നമുക്ക് കിട്ടും. അതിൻ്റെ എല്ലാ ജെല്ലും ഞാൻ ഇങ്ങനെ എടുത്തൊരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ഒത്തിരി നേരം ബീറ്റ് ചെയ്യാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം പൾസ് മോഡിലൊന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല ജെല്ലായിട്ട് ഇത് കിട്ടും. നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ അടിഞ്ഞ് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലായിട്ട് നല്ല പതയോടുകൂടി നമുക്കിങ്ങനെ കിട്ടും. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരാഴ്ച 1.5 ആഴ്ച വരെയൊക്കെ നല്ല രീതിയിൽ കേടുകൂടാതെ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മുടെ ഫേസ് മാസ്കിൽ അതുപോലെ ഹെയർ മാസ്കിൽ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഹെയർ പാക്കും കൂടെ കാണിച്ചു തരാം. ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ഇൻഡിഗോ ലീഫ് പൗഡറാണ്. ഈ ഇൻഡിഗോ ലീഫ് പൗഡറിന് നമ്മൾ നീല അമരി എന്നാണ് പറയുന്നത്. നീല അമരിയുടെ പൊടി നമുക്ക് എല്ലാ സ്റ്റോറിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിത് ഓൺലൈനായിട്ട് ബയോ ഓർഗാനിക്കിൻ്റെ ആണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പൗഡേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നാച്ചുറൽ പൗഡേഴ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓർഗാനിക് ആയിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള കെമിക്കൽസും ഇല്ലാണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് പെസ്റ്റിസൈഡ്സിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചതാണെന്നുള്ളത് നമ്മൾ ഷുവർ ആക്കണം. അതുകൊണ്ട് നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ എപ്പോഴും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ബയോ ഓർഗാനിക് എന്ന് പറയുന്നത് ഇൻഡസ് വാലിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള പൗഡേഴ്സാണ്. ഇവർക്ക് ഹെന പൗഡർ ഉണ്ട്, അതുപോലത്തെ ഈ കുറേ ഹെർബ്സിൻ്റെ പൗഡർ എല്ലാം ഉണ്ട്. നീം ലീഫ് പൗഡർ ഉണ്ട്, ഓറഞ്ച് പീൽ പൗഡർ ഉണ്ട്, അതുപോലത്തെ ഫേസ് മാസ്ക്, അതുപോലെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറേ പൗഡേഴ്സ് ഇവർക്കുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പൗഡേഴ്സാണ് ഈ ഇൻഡസ് വാലിയുടെ ബയോ ഓർഗാനിക് പൗഡേഴ്സ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഡിഗോ പൗഡറാണ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ഞാൻ എൻ്റെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള ഒരു 2-3 സ്പൂണ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അലോവേറ ജെല്ലിലാണ് ഞാനിത് മിക്സ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഈ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൗഡേഴ്സൊക്കെ നമ്മൾ തലയിൽ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഡ്രൈയിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഈവൻ ഹെന്ന പൗഡർ ആയാലും ശരി, അതുപോലെ തന്നെ ഈ ഇൻഡിഗോ പൗഡറൊക്കെ ആയാലും ശരി, ഒരു ഡ്രൈയിങ് പ്രോപ്പർട്ടി ഇതിനുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയെ ഡ്രൈ ആക്കാതിരിക്കാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കേർഡ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ അലോവേറയുടെ ജെല്ല് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്രയും ഹെയറിനെ ഡ്രൈ ആക്കാം, ഹെയറിൻ്റെ ബെനിഫിഷ്യലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അലോവേറ ജെല്ലിൽ ഇത് മിക്സ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ ഹെയറിൽ നമ്മൾ യൂഷ്വലി ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം കുറച്ച് എണ്ണയൊന്ന് തൊട്ട് പുരട്ടി കൊടുക്കുക ഫുള്ളായിട്ട് സ്കാൽപ്പിലും അതുപോലെ ഹെയറിലും. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാക്ക് ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, സ്കാൽപ്പിലാണ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയുക. ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം, ഇപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാൻ ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും വെക്കാം. നല്ല രീതിയിലൊന്ന് ഹെയറിലേക്ക് അതൊന്ന് പിടിക്കുന്ന വരെ ഒന്ന് ഉണങ്ങാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. നല്ല രീതിയിൽ ഞാൻ നോർമൽ വാട്ടറിൽ വെച്ചിട്ട് തന്നെയാണ് വാഷ് ഓഫ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആ പൊടി തലയിൽ എന്തെങ്കിലും ഇരിക്കുന്ന ഒരു ഫീല് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിന് കുറച്ചും കൂടി ഒരു വോളിയം ഉള്ളതുപോലെ നമുക്ക് തോന്നും. കാരണം അത് കുറച്ചൊരു ഡ്രൈയിങ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ മുരിങ്ങയുടെ ലീഫ്, ഇതുപോലെ ഈ ഫെനുഗ്രീക്ക്, നമ്മുടെ ഉലുവയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി അങ്ങനെയാണ്, കുറച്ചൊരു വോളിയം വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അലോവേറയെ പറ്റിയിട്ട് പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും ഒത്തിരി ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ സ്കിന്നിനുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷണറാണ് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട്. അതുപോലെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.